ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ കൂട്ടിയിട്ട് ശ്രുതിയുടെ കള്ളക്കളികളെല്ലാം തന്നെ പൊളിക്കാനുള്ളൊരു പദ്ധതിയോടുകൂടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അതിനുള്ളൊരു വഴി തെളിച്ച് നമ്മുടെ ശ്രുതിയാണെന്ന് തന്നെ പറയാല്ലേ. മലേഷ്യയിലുള്ള രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി നല്ല രീതിയിൽ തന്നെ അഭിനയിക്കേണ്ടത് തനിക്ക് പല്ലുവേദനയാണെന്നും ഒരു രീതിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ശ്രുതിയുടെ കള്ളത്തരം തന്നെയാണ് സച്ചിക്കും രേവതിക്കും കൂടുതൽ സംശയം ഉണ്ടാകാൻ ഇടയായതും. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതലായിട്ട് നമ്മുടെ ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങി ഭാമയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഭാമ പറയുകയാണ്, ശ്രുതി പറഞ്ഞതിലൂടെ മാത്രമേ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് എനിക്കും ചന്ദ്രയ്ക്ക് അറിയാവുള്ളൂ, അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ല എന്ന് പറയുകയും ആ കൂട്ടത്തിൽ തന്നെ രേവതി നേരെ മീരയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം നേരത്തെ മീര പറഞ്ഞ ഓരോ കഥകളെല്ലാം തന്നെ കൂട്ടി ചോദിച്ചുകൊണ്ട് തന്നെ രേവതിയുടെ രീതിക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടാത്ത രീതിക്ക് തന്നെയാണ് മീര മറുപടി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ച് നോക്കുന്ന സമയം തന്നെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി മറ്റെന്തൊക്കെയോ കള്ളത്തരങ്ങൾ നമ്മളിന്ന് മറയ്ക്കുന്നുണ്ട്. മലേഷ്യയിൽ ഇവളുടെ അച്ഛനുണ്ടെന്നുള്ള കഥകളെല്ലാം തന്നെ കെട്ടുകഥകളാണ് എന്നുള്ള കാര്യം രേവതിക്കും അതേ രീതിയിൽ തന്നെ സച്ചിക്കും മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരായി തന്നെ ശ്രുതിയുടെ കള്ളക്കളി പൊളിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. എന്നാൽ ഈ ഒരു കള്ളക്കളിക്കെല്ലാം തന്നെ അവസാനം കാണേണ്ടത് തൻ്റെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി ഒരു അറ്റകൈക്ക് ഒരുങ്ങുന്നുണ്ട്. അതെന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ പറയുന്നത്. സച്ചിയും രേവതിയും കൂടി തൻ്റെ കള്ളത്തരങ്ങളെ തന്നെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നീട് തനിക്ക് ഈ വീട്ടിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മീരയുടെ അടുത്ത് എന്നതിന് ശേഷം ശ്രുതി തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് മീര പരമാവധി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി നീ ഇങ്ങനെ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞ് എല്ലാവരും പറ്റിക്കാൻ നോക്കണ്ട ശ്രുതി, സത്യാവസ്ഥകളെല്ലാം തന്നെ പറയാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് ഞാൻ നല്ല രീതിക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ മീര, ഇനിയും ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് പിന്നെ ആ വീട്ടിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. നേരത്തെ നെല്ലിമേൽ നിന്ന് പണം മേടിച്ച കാര്യം ഞാൻ വീട്ടിൽ മറച്ചു വെച്ചപ്പോൾ തന്നെ ആൻറ്റിയുടെ നിലപാട് എന്താണെന്ന് നീ കണ്ടല്ലേ. പിന്നീട് എൻ്റെ സ്വത്തും പണവും മോഹിച്ചുകൊണ്ട് മാത്രമാണ് അവരെന്നെ തിരികെ വീട്ടിലേക്ക് കയറ്റിയതും മരുമകളായി തന്നെ വീണ്ടും അംഗീകരിച്ചതും ശ്രുതിയുടെ കൂടെ തന്നെ ജീവിക്കാൻ സമ്മതിച്ചതും. അപ്പോൾ ഇനി തനിക്കിതൊന്നും ഇല്ല എന്നറിഞ്ഞ് തീർച്ചയായിട്ടും ശ്രുതിയുടെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് നല്ല ഉറപ്പുണ്ടതും തൻ്റെ നിലനിൽപ്പിനായിട്ട് അടുത്തൊരു കള്ളക്കഥയോടുകൂടി തന്നെ ഈ ഒരു അച്ഛൻ്റെ നാടകം അവസാനിപ്പിക്കണം, അതിന് നല്ലൊരു ഐഡിയയും കൂടെ കണ്ടുപിടിച്ചിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ മീരയും കൂട്ടിക്കൊണ്ട് ബീരാൻ്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം തങ്ങൾ പറയുന്ന പോലെ വീട്ടിൽ വന്നിട്ട് പറയണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യമൊന്നും ബീരാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനി പലതവണകളായിട്ടും രേവതിയുടെ സച്ചിയുടെ മുന്നിൽ താൻ ഒളിച്ചു നടക്കുകയാണ്, ഇനിയും കള്ളക്കഥയുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ പിടിക്കപ്പെടുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും ഞങ്ങൾ ശല്യപ്പെടുത്തുകയില്ല, ഈ ഒരു കള്ളത്തോട് കൂടി തന്നെ ബീരാനിക്കയുടെ റോൾ അവസാനിക്കുകയാണ്, പിന്നീട് ഒരിക്കലും ഞങ്ങൾ ശല്യപ്പെടുത്തുകയില്ല എന്നൊക്കെ ശ്രുതി പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ഒരു സഹതാപത്തോട് തന്നെ ശ്രുതി പറയുന്ന കള്ളത്തരത്തിന് വീണ്ടും ബീരാൻ കൂട്ടി നിൽക്കുക കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബീരാനെ കൊണ്ട് തന്നെ ശ്രുതി വീട്ടിലേക്ക് വർത്തിച്ചതിന് ശേഷം തൻ്റെ അച്ഛൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നും ശ്രുതിയുടെ അച്ഛൻ്റെ ശത്രുക്കൾ തന്നെ ആരും അറിയാതെ അച്ഛനെ വകവരുത്തിയതിന് ശേഷം നാട്ടിലേക്ക് ആരെ അറിയിക്കാതെ തന്നെ മറവ് ചെയ്തു എന്നൊക്കെയുള്ളൊരു കള്ളക്കഥ ശ്രുതി മുഖേന തന്നെ ബീരാനൊക്കെ വീട്ടിൽ വന്ന് പറയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിയുടെ ഭയങ്കര നാടകം അവിടെ അരങ്ങേറുന്നുണ്ട്. ശ്രുതി കരച്ചിലും ബഹളമൊക്കെ ആയിക്കൊണ്ട് തന്നെ ശ്രുതി അവിടെ തല കറങ്ങി വീഴുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഒരു പുതിയൊരു നാടകമാണെന്നുള്ള സത്യം നമ്മുടെ സച്ചിക്ക് രേവതിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ബാക്കി വരുന്ന ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.